കരുവന്നൂർ കാര്യത്തിൽ ED നടത്തുന്ന അന്വേഷണം എന്നത് ബോധപൂർവം നടത്തുന്നൊരു കാര്യമാണ്. അത് ഒരു വെറുതെ നടക്കുന്നൊരു കാര്യമാണെന്ന് കാണരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ED നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ED മാത്രമല്ല CBI, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, ഇപ്പോൾ ഇൻകം ടാക്സ്, ഇവരെല്ലാം രാജ്യത്ത് വലിയ തോതിലുള്ള വല വീശിയിട്ടുണ്ട്. ആർക്കെതിരെയാണ്? BJP ഇതര പാർട്ടികൾക്ക് നേരെയാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഇത്തരം ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർക്കും. എന്നാൽ അവർ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ കാര്യം വരുമ്പോഴോ അപ്പോൾ EDയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഇത് രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് കെജ്രിവാൾ. കെജ്രിവാളിൻ്റെ മേലെ വന്ന ആരോപണം അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നവരായി മാറിയത് കോൺഗ്രസ് ആയിരുന്നു. മാത്രമല്ല, അതിനകത്ത് പരാതി കൊടുക്കുന്നിടത്തേക്കും എത്തി. പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവസരം കിട്ടി. ആ കേസാണ് EDക്ക് അവിടെ കടന്നു ചെല്ലാൻ ഇടയാക്കിയത്. ED കടന്നു ചെന്ന് ഒരു വർഷം മുൻപ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? നിങ്ങളെ ശ്രദ്ധയിലില്ലേ? കോൺഗ്രസ് അന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽപ്പെടുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ സൂത്രധാരകൻ, എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത് പറയുക മാത്രമല്ല, അതിൻ്റെ മേലെ വലിയ കോലാഹലം സൃഷ്ടിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസ് തയ്യാറായി. ഏതാ കേസിത്? ആ കേസിലാണ് സഞ്ജയ് സിംഗിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് ചെന്നത്. എന്താ EDയോട് സുപ്രീം കോടതി പറഞ്ഞത്? നിങ്ങൾ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുന്നോ, അല്ല ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടക്കണോ? ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നാൽ ഈ അന്വേഷണ രീതി ആകെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും. എന്തു ചെയ്യുന്നു? അവരാലോചിച്ച് ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കാമെന്ന് പറഞ്ഞു. അതിനപ്പുറം സുപ്രീം കോടതി ഇപ്പോൾ പോയില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ പ്രതികരണം വന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമായിട്ടല്ലേ അത് വരുന്നത്? എന്തേ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്? കാരണം നമ്മുടെ പ്രധാന മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയായി കൊടുക്കുന്നത് അത്ര സുഖകരമായൊരു കാര്യമായിട്ട് വരുന്നില്ല. ആ ഭാഗം നിങ്ങളും മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകരെന്ന നിലക്ക് നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണോ രാജ്യത്ത് നടക്കേണ്ടത്? അപ്പോൾ EDയുടെ അന്വേഷണ രീതി ഈ തരത്തിലാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വലിയ തോതിൽ ആരോപണം ഉയർന്നു വന്ന പ്രശ്നങ്ങളില്ലേ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ DLF എന്ന കമ്പനി റിയൽ എസ്റ്റേറ്റ് ഭീമനാണല്ലോ. അവരുടെ പേരിൽ കേസ് വന്നില്ലേ? ആ കേസിൻ്റെ കൂടെ ചേർത്ത് ആരെയായിരുന്നു ഓർമ്മയില്ലേ നിങ്ങൾക്ക്?
ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നില്ലേ. ഞങ്ങളിതൊന്നും പറഞ്ഞ് നടക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ആ തരത്തിലുള്ള രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതും പറഞ്ഞ് നടക്കലല്ല ഞങ്ങളെ പണി. ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിലായിരുന്നില്ലേ ഏറ്റവും വലിയ ആരോപണം ഉയർന്നത്? 2018 19, 20, 21, 22 2019 20, 21, 22 2-3 വർഷം. ആ 3 വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയല്ലോ. എന്താ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 23-ന്? ഇതേ കേന്ദ്ര ഏജൻസി ഇവരെക്കുറിച്ച് വേറെ പരാതിയൊന്നുമില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. എന്താ കാര്യം? ആവശ്യത്തിന് പണം ഇലക്ട്രൽ ബോണ്ടിനത്തിന് കൊടുത്തു. അത് DLF-നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കോൺഗ്രസ് പാർട്ടിയെയും കൂടി ബാധിക്കുന്ന കാര്യമാണെന്ന് ഒരു തരത്തിൽ മനസ്സിൽ വെക്കണം കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 31-ാം തീയതി ഡൽഹിയിൽ വലിയ റാലി നടന്നു. ആ റാലിയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കെടുത്തു. നല്ലത്. കെജ്രിവാളിൻ്റെ അറസ്റ്റിലും നടപടിയിലുള്ള പ്രതിഷേധമാണ്. വലിയ പങ്കാളിത്തത്തോടെ ആ റാലി സംഘടിപ്പിക്കാനിടയായി. എന്നാൽ അവർ പറയേണ്ടിയിരുന്നില്ലേ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, നേരത്തെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു പോയി, തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കേണ്ടിയിരുന്നില്ലേ? കാണിച്ചോ? ഈ അനുഭവ പാഠം അത് വല്ലതും അവർ ഉൾക്കൊണ്ടെങ്കിൽ അതിന് ശേഷം തിരുത്തലുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ എന്താണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ED വരാത്തത്? എന്താണ് ED വന്ന് പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവരെ പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് കൂടുതൽ നടപടിയെടുക്കാത്തത്? ED 2016 മുതൽ 21 വരെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം ആദ്യത്തെ ധനമന്ത്രിയല്ലത്, നേരത്തെയും ധനമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഈ 2016-21 മുതൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ED നോട്ടീസ് അയക്കും. എന്താ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്? അപ്പോൾ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആർക്കാണ് ചൂട്ട് പിടിച്ചു കൊടുക്കുന്നത്? ഇതാണോ ചെയ്യേണ്ട കാര്യം? കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും അനുഭവപാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ചില അന്വേഷണം നേരിട്ടതും അതിൻ്റെ ഭാഗമായി പിന്നെ തുറന്നുണ്ടാകാത്തതും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അന്യായമായി ED-യെ പിന്താങ്ങാനും എങ്ങനെയെല്ലാം ED ദ്രോഹിക്കാൻ നോക്കുന്നവരെ കൂടുതൽ ദ്രോഹിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാനുമല്ല കോൺഗ്രസ് തയ്യാറാകേണ്ടത്. അതാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉണ്ടായ അനുഭവ പാഠം എന്നത് മനസ്സിലാക്കണം.